ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും 24 PSCയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 വളരെ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. 2023 UN സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 112. 2023 UN സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാനായിട്ട് ചെറിയൊരു കോഡൂടെ പറയാം. ഇപ്പം ഒന്നുകൂടെ കൂട്ടുമ്പോൾ എത്രയായി? 2 അപ്പോൾ ഈ ഒന്നും വികസിച്ചല്ലി 2 നമുക്കപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് 112. അപ്പോൾ 2023 UN സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112. അത് 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് പ്രഭ വർമ്മ. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് പ്രഭ വർമ്മ. 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായതാരാണ്? സാറാ ജോസഫാണ്. 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറാ ജോസഫാണ്. സാറാ ജോസഫിന് അവാർഡിന് അർഹയാക്കിയ നോവലാണ് എസ്തേർ. അപ്പോൾ അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കണേ. സാറാ ജോസഫിന് അവാർഡിന് അർഹയാക്കിയ നോവൽ ഏതാണ്? എസ്തേർ എന്ന നോവലാണ്. അടുത്ത ചോദ്യം. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹം പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹം പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ്. 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹിയാണ്. 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. അത് ഓർത്ത് വയ്ക്കാനായിട്ട് നമ്മളിപ്പോൾ മൊബൈലൊക്കെ വാങ്ങിക്കാൻ പോയാൽ നമ്മൾ ന്യൂ മൊബൈലല്ലേ വാങ്ങാൻ എല്ലാവർക്കും ഇഷ്ടം? ന്യൂ. അപ്പം ന്യൂഡൽഹി 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരം ഏതാണ്? ന്യൂഡൽഹി. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. 2023 UN സുസ്ഥിര വികസന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 112. 2023 33ാമത് സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവാണ് പ്രഭ വർമ്മ. 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായതാരാണ്? സാറാ ജോസഫ്. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ്. 2024 ഇന്ത്യ മൊബൈൽ കോൺഗ്രസിന് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയതാരാണ്? ക്രിസ്ത്യാന പിസ്കോവ. അപ്പോൾ ഇന്ത്യയിൽ നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയതാണ് ക്രിസ്ത്യാന പിസ്കോവ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീട ജേതാക്കളാണ് സർവീസസ്. ഇതൊക്കെ PSC ചോദിക്കുന്നതാണ്. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീട ജേതാക്കൾ ആരാണ്? സർവീസസ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ആര്? കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷനാണ് കിഷോർ മക്വാന. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സക്കറിയ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സക്കറിയ. അപ്പോൾ ഇത് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ വീട്ടിലിരുന്ന് ഈ മാതൃഭൂമിയുടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് നമ്മളെ കറി വയ്ക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പം മാതൃഭൂമി സക്കറിയ അങ്ങനെ കണക്ട് ചെയ്തോടെ. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സക്കറിയ. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. ഇന്ത്യയിൽ നടന്ന 71ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിൽ കിരീടം സ്വന്തമാക്കിയത് ആരാണ്? ക്രിസ്ത്യാന പിസ്കോവ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫി കിരീട ജേതാക്കളാണ് സർവീസസ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ്റെ നിലവിലെ അധ്യക്ഷനാണ് കിഷോർ മക്വാന. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവാണ് സക്കറിയ. 2024 വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആരാണ്? റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എലൈറ്റ് ഫോഴ്സ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. പാലസ്തീനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ പാലസ്തീനിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? മുഹമ്മദ് മുസ്തഫ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ആരാണ്? മുംബൈ. 2023-24 വർഷത്തെ രഞ്ജി ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ കിരീടം നേടിയത് ആരാണ്? മുംബൈ. UNDP പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 108. അപ്പോഴേ UNDP പുറത്തിറക്കിയ 2022 ലിംഗ അസമത്വ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 108. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് നായിബ് സൈനി.
ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് ആര്? നായിബ് സൈനി. അത് ഓർത്ത് വയ്ക്കാനായിട്ടേ, പണ്ട് കാലത്തൊക്കെ നമ്മൾ ഈ സൈന്യത്തിൽ ആനയൊക്കെ ഇല്ലായിരുന്നു, ഹരിയാന സൈന്യം. അപ്പം അങ്ങനെ കണക്ട് ചെയ്തുകൂടി. ഹരിയാനയുടെ പുതിയ മുഖ്യമന്ത്രിയാണ് നായിബ് സൈനി. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതയായ മലയാളിയാണ് AS രാജീവ്. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ചക്ഷു. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ചക്ഷു. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2021 വേദിയാണ് ഹൈദരാബാദ്. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2021 വേദിയാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് കൊൽക്കത്ത. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ. അപ്പോൾ നമുക്ക് ഇത്രയും ഒന്നുകൂടെ നോക്കാം. കേന്ദ്ര വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളിയാണ് AS രാജീവ്. ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ചക്ഷു. 21ാമത് ബയോ ഏഷ്യ ഉച്ചകോടി 2021 വേദിയാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്ത. 2024 മാർച്ചിൽ നാറ്റോയിൽ അംഗമായ രാജ്യമാണ് സ്വീഡൻ. 2024 ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. 2024 ഇറാമസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KG ജ്യോതിർഘോഷ്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KG ജ്യോതിർഘോഷ്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് ദക്ഷിണ കൊറിയ. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായത് എവിടെയാണ്? ദക്ഷിണ കൊറിയ. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. ലോക വനിതാ ദിനം മാർച്ച് 8. അപ്പോൾ 2024 ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരനാണ് അമിതാഭ് ഘോഷ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചതാരാണ്? KG ജ്യോതിർഘോഷ്. 2024 വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വേദിയായത് എവിടെയാണ്? ദക്ഷിണ കൊറിയ. ലോക വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.